നടന്ന മത്സരങ്ങളുടെ പ്രൈസാണ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. അതിലേക്ക് നമ്മളുടെ ക്ലബ്ബ് ഭാരവാഹികളെ ആദ്യം തന്നെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. ക്ലബ്ബ് ഭാരവാഹികളെല്ലാം തന്നെ സ്റ്റേജിലേക്ക് വരിക. ട്രോഫികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേരള സർവോദയ ആയുർവേദ ഫാർമ ട്രിവാൻഡ്രം, കാർലൈൻ ആക്സസറീസ് എറണാകുളം, ഫാഷൻ ഫാബ്രിക്സ് നെടുമങ്ങാട്, ആതിര മെറ്റൽസ് നെടുമങ്ങാട്, സിയാർ ജുവലേഴ്സ് പാലോട്, ഫ്രോം എന്റർപ്രൈസസ് എറണാകുളം. 2 ദിവസത്തെ ഇവന്റ് ഇവിടെ നടന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലബ്ബ് ഭാരവാഹികൾക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മൾ ഈ പരിപാടി ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണി ഇവിടെ നമ്മൾ നടത്തുമ്പോൾ അതിനു മുന്നേ നമ്മുടെ കൂടെ ഇന്നിവിടെ ഇല്ലാത്ത ഒരാളുണ്ട്. അദ്ദേഹം ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടി ഇങ്ങനെ ആയിരുന്നില്ല നടക്കേണ്ടിയിരുന്നത്. അത് എന്താ പറയുക, ഇമാതിരി ജോറൊന്നും അല്ല അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അതൊരു പക്ഷേ അദ്ദേഹത്തിന് അറിയുന്നവർക്ക് അതറിയാമായിരിക്കാം. നമ്മുടെ മെമ്പർ അരുൺ തോട്ടുംപുറത്തിൻ്റെ പിതാവ് ശ്രീ ഷാജ് കുമാർ തോട്ടുംപുറം, അദ്ദേഹത്തെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. 1 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്കായി എല്ലാവരും എഴുതിച്ചു തന്ന് മൗനം ആചരിക്കുന്നു. ഇപ്പോൾ ലവ്ലി ആൻറ്റി 4x4 ഡേയ്സിൻ്റെ മെമ്പർ ആകും എന്നുള്ളൊരു ഏതാണ്ടൊരു ഒരു അവസ്ഥയിലായി നിൽക്കുകയാണ് ഇപ്പോൾ. ലവ്ലി ആൻറ്റിയുടെ പേരും പറയാതെ അരുൺ തോട്ടുംപുറം, പ്രിയ സുഹൃത്ത്, ഇത് പറയാതെ ഇത് ഈ പരിപാടി ഇവിടെ നടക്കില്ലായിരുന്നു. നന്ദി, ഒരുപാട് നന്ദി. പിന്നെ 4x4 ഡേയ്സ് എന്ന ക്ലബ്ബ് 4x4 ഡേയ്സ് എന്ന ക്ലബ്ബ് തുടങ്ങി ഇന്നലെ 100ാം ദിവസമാണ്. ഈ 100ാം ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ പരിപാടി നടത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ, ആദ്യത്തെ കോമ്പറ്റീഷൻ, ഓൾ കേരള കോമ്പറ്റീഷൻ നടത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷവും ആ ഒരു വികാരവും എന്താണെന്നുള്ളത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് 4x4 ഡേയ്സ് താങ്ക് യു. പിന്നെ ഈ പരിപാടി ഞങ്ങൾ 4x4 ഡേയ്സ് ഞങ്ങളൊരു 10-25 പേര് ചേർന്ന് ഞങ്ങളെല്ലാവരും മറ്റൊരു ക്ലബ്ബിലെ അംഗമായിരുന്നു. അവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇമാതിരി പരിപാടികളൊന്നും അവിടെ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഒരുപാട് പേര് ആ ഒരു കൂട്ടായ്മയായി ചേർന്ന് ഇങ്ങനെയുള്ള ഓഫ് റോഡിങ് അത് എത്തേണ്ട രീതികളിൽ എത്തിക്കണം എന്നുള്ള തീരുമാനത്തോട് ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു മെമ്പർ ഞങ്ങളുടെ ഭാഗ്യം പോലെ വന്ന് ചേർന്നു. അദ്ദേഹം ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കില്ലായിരുന്നു. ഒരു പക്ഷേ ഞങ്ങൾ ഈ ഒരു കോമ്പറ്റീഷനായിട്ട് ഞങ്ങൾ നടത്തുകയാണെങ്കിൽ പോലും മിനിമം 1 വർഷമെങ്കിലും എടുക്കാതെ ഈ 100ാം ദിവസം ഇത് ഒരിക്കലും നടത്തിയെടുക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത്, പ്രിയ സഹോദരൻ, ഞങ്ങളുടെ സ്വന്തം മെമ്പർ ഹിമേഷ്, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അദ്ദേഹം കേരള അറിയപ്പെടുന്ന ഒരു ഓഫ് റോഡറാണ്. പല കോമ്പറ്റീഷൻസിനും പ്രൈസ് അടിച്ചിട്ടുള്ള ആളാണ്. ഒന്ന് കൈപൊക്കിയാൽ എല്ലാവർക്കും കാണാം. പിന്നെ ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ നമുക്ക് കുറേ പേര് വണ്ടി നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന ഒരുപാട് പേര് വന്ന് ഇവിടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവഴിയൊക്കെ ഓടിച്ചിട്ട് അതിനൊരു ഹരം വരത്തില്ല. ആ ഹരം വരണമെങ്കിൽ അത് കാണാനും കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അതൊരു ജോറാക്കാനും ഇത്രയും താല്പര്യം പ്രകടിപ്പിച്ച നിങ്ങൾ നാട്ടുകാരും കാണികളും ഇല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു ഹരം ഒന്നും ഉണ്ടാവില്ല. കാണികൾക്ക് ഇനിയും ഇതുപോലുള്ള പരിപാടികൾ, ഇതിലും ഗംഭീരമായ പരിപാടികൾ നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനിക്കുന്നതാണ് ഇതിന് പകരമായി. താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങളെ കൊണ്ട് ഒരിക്കലും ഈ 100ാം ദിവസം നടത്തിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അത് നടത്തിയെടുക്കാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ATC മെമ്പേഴ്സ്, ATC ഓപ്പറേറ്റേഴ്സ്, അത് എത്രത്തോളം ഞങ്ങളെ സഹായിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്ലാനിങ് ഫേസ് തൊട്ട് ഇന്ന് തീർന്ന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ തീർന്നില്ല. പ്രബുലൊന്നും ഇതുവരെ റെസ്റ്റ് എടുത്തില്ല. അവർ രാത്രി 2 മണിക്കൂർ 3 മണിക്കൂർ മാത്രം ഉറങ്ങി അവിടെ നിന്നെല്ലാം സഞ്ചരിച്ച് ഇവിടെ എത്തി. ഓരോരുത്തരെയും പേരെടുത്ത് പറയാതെ എനിക്ക് ഈ പരിപാടി മുന്നോട്ട് നയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. ക്യാപ്റ്റൻ സന്തോഷ്, എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. പ്രബുൽ, അഖിൽ പീറ്റർ, മിഥുൻ, സോബിൻ, വിഷ്ണു, വധു, ടിബിൻ ആൻഡ് ബിനു, താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി, ഒരുപാട്. ഇനിയും നമ്മുടെ പരിപാടികളിലെല്ലാം നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞങ്ങളവിടെ എത്തും, പറന്നെത്തിയിരിക്കും. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെ മീഡിയക്കാർക്കാണ്. ഈ പരിപാടി ഞങ്ങൾ ഓർഗനൈസ് ചെയ്തു. ഒരു
ഏതാണ്ട് ഒരു 10 ദിവസം മുന്നേ നമ്മുടെ ടീം മെമ്പർ ഷാൻ ഞങ്ങൾക്ക് ഭാഗ്യവശാൽ കിട്ടിയ ഒരു മീഡിയ പേഴ്സൺ ആണ്. അദ്ദേഹം മീഡിയ ഹാൻഡിൽ ചെയ്തത് ഒരു ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരാളോ ഞങ്ങളിത് മീഡിയയിൽ എങ്ങനെ ഇത് കൊണ്ടെത്തിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ എവിടെ തുറന്നാലും ഇത് തന്നെ. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ഇത് തന്നെ. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ. കാര്യം 4x4 ഡേയ്സിന്റെ പ്രോഗ്രാം നടക്കുന്ന പത്രങ്ങളിൽ വരുന്നു. ഷാൻ ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ ഇവിടെ വന്നു ചേർന്ന എല്ലാ മീഡിയക്കാർക്കും, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതും പലരും ഇപ്പോഴും ഇവിടെ ഉണ്ട്, എല്ലാവർക്കും 1000 നന്ദി. ഞങ്ങളുടെ അടുത്ത പരിപാടികളിലും ഇതേപോലെ സജീവമായി ഞങ്ങളോട് സഹകരിക്കണം. നന്ദി നന്ദി നന്ദി. അതുപോലെ വീഡിയോഗ്രാഫേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, അജ്മൽ പ്രത്യേകിച്ചും അതുകൊണ്ട് അജ്മൽ, ഷാൻ, അതുപോലെ നമ്മുടെ റിക്കവറി സർവീസസ് ശരത്. ഏത് സ്റ്റേജിൽ ഏത് ട്രാക്കിൽ വണ്ടി പെട്ടാലും ശരത്തിന്റെ വണ്ടി അവിടെ പെടത്തില്ല. ഞങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ശരത് അവിടെ പറഞ്ഞെത്തുകയാണ്. എവിടെ നോക്കിയാലും ശരത്. അവസാനം ശരത്തിന് ഞങ്ങൾ പേരിട്ടു മായാവി ശരത്. ശരത് എവിടെ നോക്കിയാലും ഉണ്ട്. താങ്ക് യു ശരത്. ആൻഡ് പിന്നെ ഇതെല്ലാം ഈ എന്താ പറയുക 4x4 ഡേയ്സിലെ നമ്മൾ ഈ സ്റ്റേജ് നിറഞ്ഞു നിൽക്കുന്നതും അവിടെ ചിലർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങൾ ഇത്രയും എല്ലാവരും ഇരിക്കുന്നത് എല്ലാവരും ഇല്ലായിരുന്നെങ്കിൽ 4x4 ഡേയ്സ് ഉണ്ടാവില്ല. ഇതൊരു ഉറച്ച തീരുമാനത്തിന്റെ പുറത്ത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൽ ഇത്രയും പേര് ഒരുമിച്ച് കൂടി. അത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളോട് സപ്പോർട്ടായി നിന്നു, കുട്ടികളും. ഞങ്ങൾ എല്ലാവർക്കും ഞാൻ തന്നെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇനി അധികം വൈകിപ്പിക്കുന്നില്ല. ഞാൻ പ്രബലിനെ ഹാൻഡ് ഓവർ ചെയ്ത് നമുക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ്. അപ്പോൾ ആദ്യമായി നമ്മുടെ പെട്രോൾ കാറ്റഗറിയാണ്. പെട്രോൾ കാറ്റഗറി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മുടെ വാശിയേറിയ മത്സരമായിരുന്നു ഇത് നടന്നിരുന്നത്. പെട്രോൾ കാറ്റഗറി സമ്മാനം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് CR ജുവലേഴ്സ് പാലോട്, സോണി ഗ്ലോബൽ ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് നെടുമങ്ങാട്, പ്രോംപ്റ്റ് എന്റർപ്രൈസസ് എറണാകുളം. പെട്രോൾ കാറ്റഗറി പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായി ലവ്ലി തോട്ടുംപുഴം മാഡത്തിനെയും അരുൺ തോട്ടുംപുഴം സാറിനെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. പെട്രോൾ കാറ്റഗറി ഫസ്റ്റ് റണ്ണറപ്പ് ആഷിത് ആൻഡ് റാം 16.52 സെക്കൻഡ്. 16 മിനിറ്റ് 52 സെക്കൻഡ്. ആഷിത് ആൻഡ് റാം സ്റ്റേജിലേക്ക് വരിക. റാമിനുള്ള ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രോംപ്റ്റ് എന്റർപ്രൈസസ് എറണാകുളം. റാമിന് ട്രോഫി നൽകാനായി ലവ്ലി മാഡത്തിനെ ക്ഷണിച്ചോളൂ. പെട്രോൾ കാറ്റഗറി ഫസ്റ്റ് പ്രൈസ് ഡ്രൈവർ ആഷിത്, സോണി ഗ്ലോബൽ ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന ട്രോഫിയാണ്. ട്രോഫി നൽകുന്നതിനായി അരുൺ തോട്ടുംപുഴം ക്ഷണിച്ചോളൂ. പെട്രോൾ കാറ്റഗറി വിന്നർ 13 മിനിറ്റ് 10 സെക്കൻഡ് ജോഷി ആൻഡ് അനിൽ, ATC ഓഫ്റോഡേഴ്സ്. ജോഷി ആൻഡ് അനിൽ, ATC ഓഫ്റോഡേഴ്സ്. ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് CR ജുവലേഴ്സ് പാലോട്. CR ജുവലേഴ്സ് പാലോട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ട്രോഫിയാണ് കൊടുക്കുന്നത്. കോ ഡ്രൈവറുടെ ട്രോഫി നൽകാനായി ലവ്ലി മാഡത്തിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. കോ ഡ്രൈവർ അനിൽ. പെട്രോൾ കാറ്റഗറി വിന്നർ ട്രോഫി നൽകുന്നത് അരുൺ തോട്ടുപുഴ. നമ്മുടെ വിന്നേഴ്സിന് നമ്മുടെ ഇവന്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമാണ്. നമ്മുടെ വിന്നേഴ്സ് 2 വാക്ക് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒന്നും പറയാനില്ല, അടിപൊളി ട്രാക്കായിരുന്നു. ഈ നമ്മൾ ഇപ്പം മുന്നേയുള്ള പല ട്രാക്കുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രാക്കായിരുന്നു. സ്പീഡ് ട്രാക്കാണ്, നല്ല സ്പീഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഒബ്സ്റ്റക്കിൾസ്, ഒരുവിധപ്പെട്ട എല്ലാ ഒബ്സ്റ്റക്കിൾസും ഉണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇവിടെ ഇനിയും ഒബ്സ്റ്റക്കിൾസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്കുണ്ട്. അതുപോലെ കോർഡിനേഷൻ എല്ലാം സൂപ്പറായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് അടിക്കാൻ പറ്റിയതിൽ. ഇതിന് മുന്നേ ഒന്നും ഫസ്റ്റ് കിട്ടിയിട്ടില്ല, സെക്കൻഡ് തേർഡൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവരുടെ സപ്പോർട്ടും എല്ലാം സൂപ്പറായിരുന്നു. വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ഈ സ്വന്തം നാട്ടില് നടന്ന പരിപാടി ഞാൻ ഈ കപ്പ് അടിച്ചില്ലെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ നടക്കില്ല. ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ഈ 2 ദിവസത്തെ ഇവന്റില് നമ്മുടെ നാട്ടുകാർക്ക് അത് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് സുരേഷ് പൊടിമോൻ കൊല്ലങ്കാവ് ചേട്ടൻ. അദ്ദേഹം പ്രൈസ് കിട്ടിയ ജോഷി ചേട്ടന് ഒരു മാല അണിക്കാനായി വന്നിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കും.
സുരേഷ് ചേട്ടന് 4x4 ക്ലബിന്റെ പേരിൽ ഒരു നന്ദി അറിയിച്ചുകൊള്ളുന്നു. കാറ്റഗറി മത്സരത്തിന് ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. നമ്മുടെ ഇവിടെ താർ വണ്ടി മറിച്ച മഞ്ജു അഖിൽ, അവർക്കൊരു പ്രോത്സാഹന സമ്മാനം നമ്മൾ ഇന്നലെ കൊടുക്കാൻ സാധിച്ചില്ല. അത് സ്വീകരിക്കുന്നതിനായി അവരുടെ പേരിൽ സ്വീകരിക്കുന്നതിനായി ഇസ്ര ഷാനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കൂടെ കോട്ടയമായിരുന്ന അഖിലിനെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കൊടുക്കാനായി നമ്മുടെ ക്ലബിന്റെ എല്ലാമായ ഹിമേഷിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതിൽ വളരെ പാടുപെട്ടാണ് ആ വണ്ടി ഇന്നലെ മറിക്കാൻ സാധിക്കും. ഒന്ന് വണ്ടി പഠിച്ചു വരണതേ ഉള്ളൂ. പുള്ളിക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഓക്കെ, നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഫൈനലെത്തിയപ്പോഴത്തേക്കും പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയതാണ്. പേടിച്ചിട്ടായിരിക്കും അവിടെ വണ്ടി അതിന് തട്ടിയപ്പോഴേ പുള്ളിയുടെ വണ്ടിയല്ല, ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആ ഒരു പാനിക്കായിട്ടുള്ളൊരു ഇതിൽ നമ്മൾ മാക്സിമം കവർ ചെയ്ത് വന്നു. പക്ഷെ ലാസ്റ്റ് നമ്മൾ അങ്ങോട്ടാണ് ഫസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ് സംഭവം. വണ്ടി പോയി, ഇനിയും സമയമുണ്ട്, മറിക്കും നമ്മൾ. സെക്കൻഡ് റണ്ണർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആതിര മെറ്റൽസ് നെടുമങ്ങാട്. ഡീസൽ കാറ്റഗറി തേർഡ് പ്രൈസ് നൽകുന്നതിനായി നമ്മുടെ ക്ലബിന്റെ സെക്രട്ടറി അജുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഡീസൽ കാറ്റഗറി സെക്കൻഡ് റണ്ണർ 9.45 സെക്കൻഡ് ഡോക്ടർ രാജ് ശങ്കർ ആൻഡ് അമൽ. സ്റ്റേജിലേക്ക് വരിക. ഡോക്ടർ രാജ് ശങ്കർ ആൻഡ് അമൽ. കോ ഡ്രൈവർ അമൽ. ഡ്രൈവർ ഡോക്ടർ രാജ് ശങ്കർ. അനിൽ ആൻഡ് ജോഷി സ്റ്റേജിൽ വരിക. അനിൽ ആൻഡ് ജോഷി. അനിൽ ആൻഡ് ജോഷി ATC സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാർലൈൻ ആക്സസറീസ് എറണാകുളം, ഫാഷൻ ഫാബ്രിക്സ് നെടുമങ്ങാട്. സമ്മാനം നൽകുവാനായി 4x4 ക്ലബിന്റെ ഫൗണ്ടർ മെമ്പർ നിഷാന്തിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മാൻ ഷാനെയും ക്ഷണിക്കൊള്ളുന്നു. കോ ഡ്രൈവർ ജോഷി ATC. ഫസ്റ്റ് റണ്ണർ ഡ്രൈവർ അനിൽ. ക്ലബിന്റെ തന്നെ പ്രസിഡന്റ് ആനന്ദിനെയും ഭാര്യ ഹരിത ആനന്ദിനെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വാശിയേറിയ ഡീസൽ കാറ്റഗറി മത്സരത്തിലെ വിന്നർ 8 മിനിറ്റ് 56 സെക്കൻഡ് അനസ് ആൻഡ് അംജിത് ലല്ലു. അംജിത് ലല്ലു. ഡീസൽ കാറ്റഗറി വിന്നർ ഡ്രൈവർ അനസ്. അനസിന് മുമ്പേ നമ്മുടെ ജോഷിച്ചാറിന് കൊടുത്തതുപോലെ തന്നെ സുരേഷ് പൊടിമഞ്ചാറിന്റെ വക ഒരു മാലയുണ്ട് അനസിന്. സുരേഷ് ട്രാക്ക് നല്ല എക്സ്ട്രീം ആയിരുന്നു. പിന്നെ ഇവിടെ നിന്നവരെല്ലാം കട്ട സപ്പോർട്ടായിരുന്നു. വേറെ നല്ല എക്സ്ട്രീം ട്രാക്കായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല. എവിടെ എന്തും ചെയ്യാൻ പറ്റും ട്രാക്ക്. എങ്ങനെ തെളിയിച്ചു നിങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രാക്കിൽ ഇറങ്ങണം. ഇതൊരു ട്രൈലൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഒന്നുമില്ല. ഒന്ന് കിട്ടും. ഇത് എന്റെ സെക്കൻഡ് ആണ് ഓഫ് റോഡിന് ഇറങ്ങുന്നത്. സെക്കൻഡ് ടൈം ഇവിടത്തെ അല്ല, ഇതിനു മുമ്പ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മതിയാ? ഇത് സെക്കൻഡ് ടൈമാണ് ഇറങ്ങുന്നത്.
ഫസ്റ്റത്തെ അനുഗ്രഹം കിട്ടിയത് നിഷാന്ത് ചേട്ടൻ്റെ നിന്നാണ്. അതേപോലെ തന്നെ നിഷാന്ത് ചേട്ടൻ്റെ തന്നെ എനിക്ക് ട്രോഫി വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെ എൻ്റെ കോ ഡ്രൈവറായിട്ടിരുന്ന ജോഷി ചേട്ടനാണ്, നല്ല സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ 4x4 ഞാൻ കണ്ട ഉള്ളോടനെ പറഞ്ഞ കോളാണ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്യലും അവർ കാണും. എന്താണെങ്കിൽ എന്നെ പറഞ്ഞത് ശരി. ഇത് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. നല്ല വെൽ ഓർഗനൈസ്ഡ് വെൽ ഓർഗനൈസ്ഡ്. കറക്റ്റ് ഒരു ടൈം സ്പാനിൽ തന്നെ എല്ലാ കാറ്റഗറിയും കംപ്ലീറ്റ് ചെയ്തു. ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഒരു ക്ലബ്ബ് ഇങ്ങനെ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്താൽ ആക്ച്വലി ദ ക്ലബ് മെമ്പേഴ്സ് ഹാറ്റ്സ് ഓഫ്. കൺഗ്രാജുലേഷൻ. ഞങ്ങള് ATC ഓൾട്ടറൻ ചാൻസ് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ചാൻസാണ്. ഞങ്ങള് ഞങ്ങളെല്ലാവരും ഈ ഇവന്റിനോട് ഞങ്ങൾ ക്ഷണിച്ചു. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ എല്ലാവരും വന്നു. ഫുൾ സപ്പോർട്ട് കൊടുത്തു. ഞങ്ങൾ 3 ദിവസമായിട്ട് 2.5 ദിവസമായി വീട്ടിലും വിളിച്ചിട്ട് ഫോൺ അതേ അവസ്ഥയാണ്. അപ്പോ എന്തായാലും പരിപാടി വളരെ കളർഫുൾ പരിപാടി. ട്രാക്ക് ഇനിയും ഇവിടെ ഇതേപോലെ തന്നെ ഒരു 10 ഇവന്റ് ഇടാനുള്ള ട്രാക്ക് ഇനി ഇവിടെ ബാലൻസ് കിടക്കാണ്. ശരിക്കും റിയൽ മത്സരം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിനകത്ത് ഒരുപാട് പേര് വരാനുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ നമ്മൾ ജിമ്മി കാറ്, അതുപോലെ തന്നെ നമ്മുടെ SUV, ശരിക്കും ഇതൊക്കെ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ഇതിനകത്ത് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും റിയൽ മത്സരം എന്ന് പറയുന്നത് നമ്മൾ മോഡിഫിക്കേഷൻ വണ്ടികൾ വന്ന് ഇവിടെ മത്സരിക്കും. ഇതിനേക്കാളും ത്രില്ലായിരിക്കും. ഞാൻ നമുക്ക് ഇതേപോലെ എക്സ്ട്രീം ട്രാക്ക് കൂടി ഇടണം. മിക്കവാറും അടുത്ത വർഷം നമുക്ക് ട്രാക്ക് ഇട്ട് നമ്മൾ ഓൾ കേരള അതായത് സൗത്ത് ഇന്ത്യൻ ലെവലിൽ നമുക്കൊരു മത്സരം നടത്താനുള്ള സെറ്റപ്പ് കൂടിയുണ്ട്. അപ്പൊ ഞങ്ങള് എല്ലാവരും വന്ന് ഇതിനകത്ത് എല്ലാവരും വന്ന് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ആളുകൾ എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ സപ്പോർട്ട്. നമ്മൾ മാറിക്കാൻ പറയുമ്പോൾ അവർ മാറിക്കും. പല സ്ഥലങ്ങളും മാറി നിൽക്കാൻ പറയുമ്പോൾ മോള് ചൂടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ വളരെ സപ്പോർട്ടീവായിട്ട്, അതുപോലെ നല്ല ട്രാക്ക് ഓടിച്ച ആളുകളെല്ലാം നല്ല അടിപൊളി ട്രാക്ക്. ഞാൻ ഇന്നലെ നമ്മുടെ ശങ്കരൻകുട്ടി ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജിപ്സിനെ പിടിക്കാൻ സാധാരണ നമ്മൾ ജിപ്സി വെച്ച് ഓടിച്ച് നമ്മൾ പല മാപ്പ് അടിച്ചിട്ടുണ്ട്. പക്ഷെ ജിമ്മിനി ഇത്രയും ഫാസ്റ്റ് ആയിട്ട് എന്റെ ഡ്രൈവർ ഇമേഷിന്റെ ഡ്രൈവർ ഞാനാണ്. ഞങ്ങള് നിരവധി പ്രൈസുകൾ അടിച്ചിട്ടുണ്ട്. ഞാനും ഇതേപോലെ 2022 ഒരു 9,000 അടിച്ചിട്ടുണ്ട്. അപ്പോ ട്രോഫിയുടെ വലിപ്പവും കാര്യങ്ങളല്ല, നമ്മൾ ഓടിക്കുന്ന എക്സ്പീരിയൻസ് ട്രാക്കുകൾ നമ്മൾ കണ്ട് പഠിച്ച് അതിനെ ട്രാക്കിനെ പഠിച്ചിട്ട് വേണം നമ്മൾ ട്രാക്കിലാണ് നമ്മൾ ഓരോ ഒബ്സ്റ്റക്കിളും പഠിച്ചിട്ട് വേണം. അത് വളരെ ഭംഗിയായിട്ട് എല്ലാവരും ഇവിടെ ഓടിച്ചിട്ട് എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഓടിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇന്ന സ്ഥലത്ത് ഇങ്ങനെ കയറി ആ ജിപ്സി മറന്ന സമയത്ത് ഞാൻ അവരോട് 3 പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ എടുത്ത വണ്ടി മറയും. 3ാമത്തേത് അത് മറയും ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഇന്നേഴ്സായ എല്ലാവർക്കും, പ്രത്യേകിച്ച് ശങ്കരൻകുട്ടി, നമ്മുടെ പേര് എനിക്കറിയില്ല, ആഷിദിനോടും എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ഇതുപോലെ ട്രോഫി ഞങ്ങളെ ജോഷി ചേട്ടൻ ഇത് അടിക്കുന്നു 100% ഉറപ്പിച്ച് വെച്ചിരുന്ന സാധനമായിരുന്നു. അത് ചെറിയൊരു മിസ്റ്റേക്കിൽ മിസ്സായി പോയി. എന്തായാലും അടിപൊളി നല്ലൊരു ഇവന്റ്. അതുപോലെ തന്നെ നിഷാനേട്ടൻ അടുത്ത വർഷം കൊടുക്കൂല. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നിഷാനേട്ടൻ, ചേച്ചി, പേര് അറിയുന്നവർ 2 പേരേ ഉള്ളൂ. സൂര്യേട്ടൻ, അങ്ങനെ നമ്മുടെ ലാലേട്ടൻ, മഹേഷ്, എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വർഷം ഇതേപോലെ തന്നെ നിങ്ങൾ നടത്തുക. ഞങ്ങൾ ഫുൾ സപ്പോർട്ട്. ഇതിലും വേറെ നമ്മൾ അടിപൊളിയായി നടത്തും. എല്ലാവർക്കും ATC എന്ന ക്ലബിന്റെ ഭാഗത്ത് ഞങ്ങളോട് എത്തിയത് ഞങ്ങളുടെ ATCയിലെ ക്ലബ്ബ് ഞങ്ങളുടെ ചങ്ക് ഹിമേഷ് പറഞ്ഞിട്ടാണ്. ഹിമേഷ് പറഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്യും. ഞങ്ങൾ ഒത്തിരി വാഗ്ദാനങ്ങൾ ഹിമേഷ് തന്നിട്ടുണ്ട്. ഈ ഇവന്റെ തീരുമ്പോൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എന്തായാലും നാളെ പോകുന്നുള്ളൂ. നമുക്ക് വേറെ ഒന്നും വേണ്ട, ഹിമേഷ് അറിയാം. പിന്നെ നമ്മുടെ ക്ലബ്ബ് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെയുള്ള ക്ലബ്ബുകളുണ്ട്, ഇങ്ങനെയുള്ള ഇവന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഓഫ് റോഡ് ഇവന്റിൽ ആ പാഷനുള്ള ആളുകൾക്ക് വീണ്ടും മത്സരിക്കാനുള്ള അവസരങ്ങൾ വരുന്നുള്ളൂ.
ഇന്ന് തന്നെ നമ്മൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്, ഇതുപോലെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഒത്തിരി പുതിയ ഡ്രൈവർമാരെ നല്ല സ്കില്ലുള്ള ആളുകളൊക്കെ കാണാൻ സാധിച്ചു. അങ്ങനെ പുതിയ പുതിയ ആളുകൾ നമുക്ക് വേണം. ഈ തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്രശ്നം, നമുക്ക് എവിടെ ഇവന്റ് നടത്തിയാലും തിരുവനന്തപുരത്ത് നിന്ന് ആകെ വരുന്നത് ഹിമേഷും ജോഷി, ക്ഷമിച്ചേട്ടൻ, 3-4 പേരേ ഉള്ളൂ. പ്രൊഫസർ, അങ്ങനെ കുറച്ച് അനിൽ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. പക്ഷെ ഇനി ആളുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഇവിടെ ഇവന്റുകൾ വെക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ആദ്യം ആലോചിച്ചപ്പോൾ പോലും നമ്മൾ SUV, താറ്, ജിമ്മി അങ്ങനെയുള്ള മത്സരം ആദ്യം വെക്കാൻ കാരണം നമുക്ക് അറിയത്തില്ല ഇവിടെ എങ്ങനെ ആളുകൾ പങ്കെടുക്കും എന്നുള്ളത്. നമുക്ക് വേണ്ടത് ഇതിലും എക്സ്ട്രീം ആയിട്ടുള്ള, ഇപ്പം നമ്മുടെ ഓപ്പൺ അടിച്ച ഇവന്റെ കഴിവ് ഇതല്ല. അപ്പൊ ഇവരുടെ കഴിവ് ഇനി വെളി വരണമെങ്കിൽ വേറെ ട്രാക്കുകൾ ഇടണം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളും അതനുസരിച്ച് ഇവന്റുകളെ കുറിച്ച് പഠിക്കുകയും ഇനിയുള്ള ഇവന്റുകൾ കാണുകയും എങ്ങനെ റൈഡർമാര് മത്സരിക്കുന്നുള്ള മനസ്സിലാക്കുകയും വണ്ടികൾ അതനുസരിച്ച് ഡെവലപ്പ് ചെയ്യുകയും വേണം. വണ്ടി ബിൽഡ് ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ കഴിവ് ഇതുപോലെ ഈ പാഷൻ നിങ്ങൾക്ക് വളർത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഇവന്റുകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമവും വേണം. ഇപ്പം 100 ദിവസം കൊണ്ട് 4x4 ഡേയ്സ് ഓഫ് റൈഡേഴ്സിന് ഇങ്ങനൊരു ഇവന്റ് സംഘടിപ്പിക്കാൻ പറ്റിയെങ്കിൽ ആർക്കും പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഇവന്റുകൾ നിങ്ങളും വെക്കണം, എങ്കിലേ ഇവർക്ക് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെയും റൈഡർമാരുണ്ട്, എല്ലാ വർഷവും ഇവന്റ് വെച്ച് ഇവർക്കും മത്സരിക്കണ്ടേ, ഇവർക്കും പ്രൈസ് കിട്ടിയെങ്കിൽ മാത്രമേ ഇവരും ഇതുപോലെ ഇവന്റുകൾ വെക്കത്തുള്ളൂ. അപ്പൊ തിരുവനന്തപുരത്ത് ഇനി ഇതുപോലുള്ള ഇവന്റുകൾ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ATC ഓർഡേഴ്സ് എങ്കിലേ ഞങ്ങൾക്കും മത്സരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവരെ സഹായിക്കാൻ വന്നാലും ഞങ്ങൾക്ക് ഇവിടെ ഒരു മത്സരത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഈ ക്ലബിനെ കുറിച്ച് പറയാനുള്ളത്, ഇതുപോലെ ഒരു ക്ലബ്ബ് ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല. കാരണം സാധാരണ ക്ലബ്ബുകളിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യയെ പേടിച്ചിരുന്ന ഭർത്താക്കന്മാരാണ് കൂടുതലും. ഫോൺ ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങളൊക്കെ എല്ലാവരും ഇവന്റുകൾക്ക് പോകുന്നത്. കാരണം നമുക്ക് ഈ സന്തോഷമായിട്ടൊക്കെ ഫോണൊക്കെ 3 ദിവസമായിട്ട് ഓഫാ, ഓണാക്കിയ തെരുവുകളുടെ ബഹളമായിരിക്കും. അപ്പൊ അങ്ങനെ ഇവിടുത്തെ ക്ലബ്ബ് ഭയങ്കര ഒരു പവർഫുൾ എനർജി തരുന്ന ക്ലബ്ബാണ്. കാരണം ഒരു കുടുംബസമേതമാണ്, പിള്ളേരെ മാത്രം കൊണ്ടുവന്നില്ല. കാരണം ഈ വണ്ടി ഇൻവോൾവും കാര്യങ്ങളൊക്കെ അല്ലേ, അവർക്ക് കൂടുതൽ ഇൻവോൾവ് ആകാൻ പറ്റില്ല. അപ്പം നല്ലൊരു ക്ലബ്ബ്, നല്ലൊരു കോർഡിനേഷന് ഈ ഹിമേഷ് കാരണം ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട ആളുകൾ ധാരാളം ആളുകളാണ്. കണ്ടമാനം ഫ്രണ്ട്സിനെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടി. ഇനി തിരുവനന്തപുരം ഞങ്ങളുടെ ചെറിയൊരു കളമായി ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന് ഞങ്ങളോട് ചോദിക്കാൻ ആരുമില്ല, അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അതെ, അപ്പൊ തിരുവനന്തപുരത്തെ നമ്മുടെ ഫോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളെ എല്ലാരെയും ഓഫ് റോഡ് എന്നുള്ള അധോലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ജിമ്മി, താറ് അങ്ങനെയുള്ള വണ്ടികൾ, ധാരാളം പവറുള്ള വണ്ടികളൊക്കെ ഇറങ്ങുന്നു. ഇതൊന്നും റോഡിൽ അഭ്യാസം കാണിക്കാനുള്ളതല്ല. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയണം, നിങ്ങൾ ട്രാക്കിൽ ഒന്ന് അഭ്യാസം കാണിക്കുക. ട്രാക്കിലാണ് നമ്മുടെ സ്കില്ല് കാണിക്കേണ്ടത്, റോഡിൽ സാധാരണക്കാരുടെ അടുത്തല്ല. ഇവിടെ നമുക്ക് തന്നെ അറിയാം, ഇത്രയും ആളുകൾ അത് എൻജോയ് ചെയ്തു. ഈ സാധനം റോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുള്ളൂ. അപ്പൊ അത് മാറി നമുക്ക് കൈയടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ മത്സരിച്ച് നമ്മുടെ സ്കില്ല് കാണിച്ച് ട്രോഫി അടിച്ചിട്ട് പോകണം. പിന്നെ ട്രോഫി അടിക്കുന്നത് മാത്രം ഒരു വിജയമായിട്ട് കാണരുത്. നമുക്ക് സെക്കൻഡ്, തേർഡ്, ചിലപ്പോൾ DNF ആയവർ കാണും. ഇതെല്ലാം സ്കില്ലാണ്. നമ്മൾ ഓരോ ടെക്നിക്കൽ ട്രാക്കുകൾ പഠിച്ചു വരണം. ആദ്യമായിട്ട് അടിച്ചു എന്നുള്ള അഹങ്കാരം നിനക്കും പാടില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം നീ ചെയ്യേണ്ടത് ബാക്കിയുള്ളവരുടെ റൈഡ് കണ്ട് മനസ്സിലാക്കി, അവരുടെ ഒരിക്കലും ട്രാക്കിൽ വന്ന് ചുമ്മാ ഇരിക്കരുത്, മറ്റുള്ളവൻ ഓടിക്കുന്നത് കാണും. അപ്പൊ അവരുടെ സ്കില്ല് മനസ്സിലാക്കി അവരെങ്ങനെയാണ് ഒബ്സ്റ്റക്കിൾ കവർ ചെയ്യുന്നത് മനസ്സിലാക്കി വീണ്ടും നിന്റെ കഴിവ് ഡെവലപ്പ് ചെയ്ത് തിരുവനന്തപുരത്ത് മാത്രമല്ല അങ്ങ് കാസർഗോഡും പോയി പ്രൈസ് അടിച്ച് ഓപ്പൺ ട്രോഫിയുമായി തിരുവനന്തപുരത്തേക്ക് പറയാൻ പോയ ഒത്തിരി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ കുറെ പേർക്ക് നന്ദി പറഞ്ഞു, നമ്മൾ പറഞ്ഞു, അവിടുന്ന് തിരിച്ചു പറഞ്ഞു, പലരും പറഞ്ഞു. പക്ഷെ ഒരു വ്യക്തി, ഒന്നല്ല 2 വ്യക്തികൾക്ക് ആരും നന്ദി പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് പ്രഫുൽ ബ്രോയ്ക്കാണ്. കാര്യം നമ്മളിവിടെ ടോക്കിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ആയിട്ട് ആൾക്കാരുടെ എത്തിക്കണമെങ്കിൽ അത് കഴിവുള്ളവരാക്കേ പറ്റൂ, അല്ലേ? അത് കറക്റ്റ് ആയിട്ട് ചെയ്ത വ്യക്തിയാണ് പ്രഫുൽ ബ്രോ. ഇപ്പൊ നിങ്ങളെല്ലാം പൊക്കി പറയുന്നതല്ല, വന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. പിന്നെ വേറൊരാള് ഇവിടെ എപ്പോ നോക്കിയാലും ഒരാളിവിടെ ഉണ്ട്. ഇന്നലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഈ നേരം വരെ പറയില്ല, കുറച്ചു നേരം. പ്രഫുൽ ബ്രോ മൊബൈലിലാണല്ല, മൈക്കിലാണെങ്കിൽ ഹരിത ഇവിടെ ഫുൾ ടൈം രാവിലെ തൊട്ട് വേറെ ഒരിടത്തും പോവാതെ ആരെനിക്ക് പറയാൻ പറ്റുന്നില്ല. അതിന് നമ്മൾ നന്ദി അറിയില്ല. എനിക്ക് പറയാനുള്ളത് ബാക്കി അതുപോലെ ഞങ്ങൾ ഇവന്റുകൾ ഇങ്ങനെ നടത്താറുണ്ട്. ഞങ്ങൾ ഇപ്പൊ തന്നെ 2-3 ഇവന്റ് നടത്തിയിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ഇവന്റുകൾ അടുത്ത 2 മാസം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളുടെ എല്ലാം ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ അറിയാലോ, നമ്മുടെ പ്രധാനിയാണ്, ഞങ്ങളുടെ അണ്ണനാണ് സന്തോഷ് ചാലക്കുടി, ഇദ്ദേഹത്തിന്റെ വീട് ചാലക്കുടിയാണ്.
ഇദ്ദേഹം ആണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ. ഇദ്ദേഹത്തിന്റെ ചുറ്റിപ്പറ്റിയാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്, ഒരു RFC എന്ന് കേട്ടിട്ടുണ്ടോ, റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് ഉണ്ട്, അതിൽ പങ്കെടുക്കണം. അതിൽ എക്സ്ട്രീം കാറ്റഗറി ഉള്ളതാണ് നമുക്ക് ഇതുവരെ പങ്കെടുക്കാൻ പറ്റാൻ. അത്രയ്ക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ 1.5-2 കോടി രൂപയൊക്കെ വേണം. പാവത്തിന് ഒരു രക്ഷയില്ലാത്ത അവസ്ഥ കാരണം നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരമാണ് ഇപ്രാവശ്യം വേറൊരു പുതിയ കാറ്റഗറി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ വിളിക്കുകയാണ്. അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ട്രോഫിയല്ല, അദ്ദേഹത്തെ അതിൽ പങ്കെടുപ്പിച്ച് ATC ഒരു സാഹചര്യം അവിടെ കാണിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു മാസത്തിനകം ഒരു ഇവന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഫണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മാസത്തിനകം നമ്മുടെ ഇവന്റ് വരും. അപ്പൊ ഇവിടെ പങ്കെടുത്ത എല്ലാ ആളുകളും മാക്സിമം നമ്മുടെ നിങ്ങൾക്കുള്ള ക്ലാസ്സുകളും നമ്മളവിടെ വെക്കുന്നതാണ്. നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ, വണ്ടികൾ ഡാമേജ് ആകാത്ത രീതിയിൽ മാക്സിമം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അംഗങ്ങളും എല്ലാ പാർട്ടിസിപ്പൻസും അവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഞങ്ങളെ ഇവിടെ എത്തിച്ച ഞങ്ങളുടെ ചങ്ക് ഹിമേഷ് ഞങ്ങളുടെ ക്ലബിന്റെ സെക്രട്ടറിയാണ്. അടുത്തായി 2 വാക്ക് പറയാൻ സെക്രട്ടറി. പൈസ അത്രമാത്രമൊന്നുമില്ല, പ്രശ്നമുള്ള പേരേ ഉള്ളൂ. പ്രത്യേകിച്ച് പറയാനായിട്ട് വേറൊന്നുമില്ല. കാര്യം ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അയൽവാസിയും എൻ്റെ ചെറിയ നാളുകളിലുള്ള പരിചയമുള്ള നമ്മുടെ ക്ലബിലെ ട്രഷറർ ലാങ് ഒരു ദിവസം വിളിച്ചു. ഞാൻ നിഷാദന്റെ ഫ്ലാറ്റ് വരുമെന്ന് പറഞ്ഞു, കാര്യം സംസാരിക്കാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ നിഷാദന്റെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പല സ്ഥലത്തു നിന്നും നിഷാദേട്ടനെ കേട്ടിട്ടുള്ളത് വേറെ രീതിയിലുള്ള സംസാരങ്ങളാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ നിഷാദേട്ടനെ കൂടുതലൊരു മോച്ചായ എൻ്റെ മനസ്സിൽ വേറെ ഒന്നായിരുന്നു. അപ്പൊ ആദ്യം ചെന്നു എന്നിട്ട് നിഷാദേട്ടനെ കണ്ടു. അപ്പൊ ഞാൻ കണ്ടതിന് ആളുടെ ഒരു ഇതേയല്ല, പുള്ളിയുടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന ആൾക്കാരാണ് തിരിച്ചെന്നുള്ള രീതിയിലായിരുന്നു. അതുപോലെ നിഷാദേട്ടൻ പറഞ്ഞു, ഞങ്ങളുടെ ക്ലബ്ബ് നമുക്കൊന്ന് തുടങ്ങണം. തിരുവനന്തപുരത്ത് നമുക്ക് വേണ്ടിയിരുന്നതാണ്. നമുക്ക് വലിയ പോയി ചായ അടിക്കുന്ന ഒരു ക്ലബ്ബല്ല വേണ്ടത്. നമുക്ക് ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ക്ലബ്ബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇത് പറഞ്ഞത്. സെക്രട്ടറി ചിരിക്കണ്ട പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്ത് സംഭവിച്ചാലും ഞങ്ങളുണ്ടാവും കൂടെ. അപ്പോൾ ഞാൻ ATCയുടെ മെമ്പറാണ്, ഞാൻ ട്രഷറർ സെക്രട്ടറിയാണ്, എൻ്റെ പ്രസിഡന്റുണ്ട്. പുള്ളിയെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു ഒരു ക്ലബിൻ്റെ കാര്യമുണ്ട്, നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിനും കൂടെ നിന്ന് ഇവരായിട്ട് കൂടിച്ചേർന്ന് ചെയ്യണമെന്നാണ്. പുള്ളി എപ്പോഴും വിളിച്ചു, നീ ഒന്നും നോക്കണ്ട, എന്താ നോക്കി ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ നിഷാദനെ ചോദിച്ചു, നിഷാദനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. നിഷാദൻ്റെ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ നിഷാദനെ നമുക്കൊരു ഈവന്റ് കണ്ടക്ട് ചെയ്യാം. നമുക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ ഇന്നുവരെ ആരും ഈവന്റ് ചെയ്തിട്ടില്ല, നമുക്ക് ഫസ്റ്റ് ഒരു ഈവന്റ് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നിഷാദനെ ഇതിനെ കുറിച്ച് ആലോചിച്ചിരുന്നിട്ട്, നീ എന്താണ് എൻ്റെ കുടുംബം എഴുതിയാലും വിറ്റാലും കുഴപ്പമില്ല, നീ ഒരു ഈവന്റ് നടത്തിക്കോളാം. ഓക്കെ, ഞാനപ്പോൾ എല്ലാം കണ്ടക്ട് ചെയ്ത് നമ്മൾ കുറച്ച് ദിവസം ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് നമ്മളെ മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ട്രാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നോക്കി. ഏകദേശം ഒരു 10-20 ദിവസത്തോളം ട്രാക്കിന് വേണ്ടി തപ്പിയാണ്. അപ്പം നമ്മുടെ എന്താ പറയുന്ന ചോക്ക് മലയിൽ ചോക്ക് തപ്പുന്ന ഒരു സംഭവമാണ്. പുറകെ ഇരുന്നിട്ട് അരഞ്ഞിടുന്നുണ്ട്. എൻ്റെ ഒരു 14 ഏക്കർ കൂടെ വെട്ടി നിർത്തിക്കോളാൻ പറഞ്ഞു. ഓക്കെ, നമ്മളങ്ങനെ തിരികെ വന്നപ്പോഴത്തേക്ക് സ്ഥലം എല്ലാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പരിപാടി. ഇപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ ആൾക്കാർക്കെല്ലാം സ്ഥലം ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊരു 6 മാസം കഴിഞ്ഞ ഉടനെ നമ്മുടെ ATC ഈവന്റ് കഴിഞ്ഞ ഉടനെ ഞങ്ങളിവിടെ രജിസ്ട്രി പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നടത്തണം. അപ്പോൾ എന്ത് കാര്യത്തിനായാലും ഞങ്ങളുടെ മെമ്പേഴ്സ് എല്ലാം ഒറ്റക്കെട്ടാണ്. നമ്മുടെ ATC പോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അപ്പോൾ നമ്മളും എല്ലാ കാര്യത്തിനും ഇവിടുത്തെ നാട്ടുകാർ സന്തോഷം പറയുന്ന നാട്ടുകാർ, ഞങ്ങൾ എവിടെ ഇവന്റ് നടത്തിയാലും നാട്ടുകാർക്ക് വണ്ടിയുടെ അപ്പുറത്ത് നിൽക്കാൻ പറഞ്ഞാൽ ഞങ്ങളെ തെറിയാണ് വിളിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർ ഒരു രക്ഷയില്ല, എല്ലാ സപ്പോർട്ടും നാട്ടുകാരുടെ ഭാഗത്തുണ്ട്. ഒരു ഈവന്റ് കളറാവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നാട്ടുകാരാണ് മെയിൻ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ സപ്പോർട്ട് തന്നാൽ എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ ഞങ്ങൾ ഈ പരിപാടിയായിട്ട് നമ്മുടെ ജീവിതം ഇതിലോട്ട് തന്നെയാണ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വരുന്ന പരിപാടികളെല്ലാം നിങ്ങൾ പങ്കെടുക്കണം, ഞങ്ങളോട് ചേരണം എന്ന് പറയാനുണ്ട്. വേറൊന്നും പറയാനില്ല. നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ ഞാനത് വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ കുറച്ച് 2-3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഈ ട്രാക്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 ദിവസം കൊണ്ട് 3 കിലോ ഉറങ്ങും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എനിക്ക് തോന്നുന്നു 19 കിലോ കുറച്ച് കാണും. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഇടവേളകളിൽ നമുക്ക് നല്ല ശരിക്കും ആ ഭക്ഷണം കൃത്യസമയത്ത് എത്തിച്ച, അത് ഒരു ഭക്ഷണം തരുന്ന ഒരു കാറ്ററിംഗ് കമ്പനി എന്നുള്ള രീതിയിലല്ല, നമ്മളൊരു മെമ്പറിനെ പോലെ, സുഹൃത്തിനെ പോലെ, സഹോദരനെ പോലെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യം മനസ്സിലാക്കി കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കുകയും ആ ഭക്ഷണത്തിന് കഴിച്ചവരെല്ലാം വന്ന് പേഴ്സണലി വന്ന് ഇത്രയും നല്ല ഭക്ഷണം നമുക്ക് ഇങ്ങനെയുള്ള ഇവന്റുകളിലൊന്നും കിട്ടാറില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിന് ലാലുവിനും ടീമിനും ഒരു പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ലാലു. ഇത് ക്ലബ്ബ് കൊടുക്കുന്ന പ്രൈസാണ്.
എല്ലാ ഭാരവാഹികളും സ്റ്റേജിലേക്ക് വരിക. എല്ലാ വനിതാ അംഗങ്ങളും സ്റ്റേജിലേക്ക് കയറി വരിക. 4x4 ക്ലബിന്റെ ഇൻസ്റ്റാ പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ചാമ്പ്യൻ ട്രോഫി ഓപ്പൺ കാറ്റഗറി, അതായത് ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഒരേ ട്രാക്കിൽ മത്സരിച്ച് പ്രൈസ് കിട്ടുന്ന മത്സരമായിരുന്നു. അതിനകത്ത് നമുക്ക് ഒരു വിന്നറേ ഉള്ളൂ. എങ്കിലും നമുക്ക് 3 സ്ഥാനം വന്ന ആളുകളുണ്ട്. 3-ാം സ്ഥാനം 4 മിനിറ്റ് 55 സെക്കൻഡുമായി രാജ്ശങ്കർ ആൻഡ് അമൽ, ഡോക്ടർ രാജ്ശങ്കർ ആൻഡ് അമൽ 3-ാം സ്ഥാനം നേടിയാണ്. പക്ഷെ ട്രോഫി ഇല്ല, ഞാൻ അനൗൺസ് ചെയ്തതേ ഉള്ളൂ. അദ്ദേഹമാണ് 3-ാം സ്ഥാനം ഓപ്പൺ കാറ്റഗറിയിൽ എത്തിയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 4 മിനിറ്റ് 20 സെക്കൻഡുമായി അനസ് ആൻഡ് അമിത് ലല്ലു. അവർ സ്റ്റേജിലേക്ക് വരിക. ട്രോഫി നമുക്ക് ഫസ്റ്റ് പ്രൈസിന് മാത്രമേ ഉള്ളൂ, എങ്കിലും ഇവരുടെ പ്രസൻസ് നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഓപ്പൺ കാറ്റഗറിയിൽ വാശിയേറിയ പോരാട്ടമായിരുന്നു. മൈക്രോ സെക്കൻഡുകൾക്കാണ് പ്രൈസ് പോയത്. നമ്മുടെ ഓപ്പൺ കാറ്റഗറി വിന്നർ ആഷിഖ് മോഹൻ ആൻഡ് റാം. ശ്രദ്ധിക്കുക, എല്ലാ ടീമുകളും ഫൗണ്ടേഷൻ ഓപ്പൺ കാറ്റഗറി ചാമ്പ്യൻ വിന്നർ ആഷിഖ് മോഹൻ ആൻഡ് റാം. ആഷിഖ് മോഹൻ റാം കോട്ടയവർക്കുള്ള ട്രോഫി. റാമിന് കോട്ടയവർക്കുള്ള ട്രോഫി. ആയിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നതിന് സന്തോഷം. അടിപൊളിയായിരുന്നു, പരിപാടിയില്ല. എക്സ്ട്രീം ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു ഇവന്റ് നടത്തുകയും അത് വളരെ എന്താ പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ഫ്ലോയും ഇല്ലാതെ കറക്റ്റ് എന്താ പറയുന്നത് അതിന്റെ കറക്റ്റ് പേസിന് ഓരോ ഗ്രൂപ്പ് ഓരോ ക്ലാസ് ഇടയ്ക്ക് ഗ്യാപ്പൊന്നും ഇല്ലാതെ ആൾക്കാരെ മുൻപിട്ട് ചെയ്യാതെ കറക്റ്റായിട്ട് നടത്തുന്ന ഒരുപാട് നന്ദിയുണ്ട് ഈ ടീംസിന്. കുറേ ഫോട്ടോസ് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് അവരുടെ ഇതിന്റെ ആദ്യത്തെ പരിപാടിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്തില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ജെനുവിനായിട്ട് ഫീൽ ചെയ്താൽ അതായത് നമ്മളിതിന് മുന്നേ പോയിട്ടുള്ള പല ഇവന്റ്സും ഒരുപാട് കുറേ ഫ്ലോസ് ഉണ്ടാവും. അതിപ്പോൾ ഓർഗനൈസിങ് ആണെങ്കിലും ശരി, അതിന്റെ എന്താ പറയുക കുറേ ടൈം ഡിലേസ് ഉണ്ടാവും. പിന്നെ മാർഷൽസിന്റെ കോർഡിനേഷൻ, ഇതൊക്കെ ഒരുപാട് പോരായ്മ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് ഭയങ്കര നീറ്റായിട്ട് അത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് താങ്ക്സ് ടു ഓൾ ദിസ് ടീം. ഗുഡ് ജോബ് ആക്ച്വലി, അത് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ട്രാക്കായിരുന്നു. ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇങ്ങനൊരു ഇത്രയും ഒരു സെറ്റ് ഓഫ് ഒരു 3 സ്റ്റേജ്, അത് 3 രീതിയിലുള്ള ടെറൈൻ, അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പിന്നെ ഈ ട്രാക്കിൽ വിൻ ചെയ്യാൻ പറ്റുമെന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷെ അത് സാധിച്ചു. ഇപ്പം ഇവരുടെ ഇപ്പം എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ട്, ഇതിന് മുന്നേ പരിചയമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താ പറയുക, എല്ലാവരോടും ഈ ടീമിന്റെ എല്ലാവരോടും നന്ദിയുണ്ട്. പിന്നെ ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. അവര് സപ്പോർട്ട് ചെയ്തില്ല നമുക്ക് ഇങ്ങനൊരു ഇതിൽ എത്താൻ പറ്റത്തില്ല.
അതുപോലെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കെല്ലാം നന്ദി. പിന്നെ എന്തായാലും കൊള്ളാം, വളരെ അടിപൊളി ഇവന്റ് ആയിരുന്നു, ത്രില്ലിംഗ് ആയിരുന്നു, നല്ല കിടിലൻ സ്പീഡ് ട്രാക്ക് ആയിരുന്നു. നല്ലൊരു ഇതുപോലെ സ്പീഡ് ട്രാക്ക് കിട്ടണമെന്ന് ഒരുപാട് മുന്നേ ആഗ്രഹിച്ചിട്ടുണ്ട്, അത് കിട്ടി.